സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ കുട്ടികളെ വളർത്തുന്നതിലൊക്കെ ഉണ്ട്. പലപ്പോഴും എന്ത് ചെയ്യും, ആണുങ്ങളെ എന്ത് ചെയ്യും, ഗൾഫിലാണെങ്കിലും അതേപോലെ ജോലിയൊക്കെ തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ അതിലൊരിക്കലും ഒരു പെണ്ണ് വിഷമിക്കേണ്ടതില്ലാണ്. കാരണം ഏറ്റവും വലിയ ഓഫറാണ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചു, വസാമത്ത് ശഹ്റഹ, റമദാനിൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റു, വഹഫിളത്ത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനം അവൾ സംരക്ഷിച്ചു, വഅതഅത് സൗജഹ, അവരുടെ ഭർത്താവിനെ അവർ അനുസരിച്ചു. സ്വർഗ്ഗമാണ് പടച്ച ഓഫർ. ആണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അത്ര ഈസി അല്ല. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചാൽ മതി അല്ലെ. ഒരു പെണ്ണിന് സ്വർഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ച് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. 5 നേരം എന്തായാലും നിസ്കരിക്കണം, റമദാൻ മാസം എന്തായാലും നോമ്പ് വിൽക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുകയും ചെയ്താൽ നാളെ അള്ളാഹു സ്വർഗം തരുന്നതാണ്. സ്വർഗം തരുന്നതാണ്. അത്രയും എളുപ്പം സ്വർഗം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നല്ല മെനക്കെടാണിത്. നല്ല മെനക്കെടാണിത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ചൂടാകാനൊക്കെ തോന്നും, ചിലപ്പോൾ സഹകരിക്കാതിരിക്കാൻ തോന്നും, ചിലപ്പം തെറ്റാൻ തോന്നും അല്ലേ. പക്ഷെ അതൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള നല്ല എന്ത് വേണം? നല്ല ബോധം വേണം. നോക്കി, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ആരാണ്? എന്താണ്? അനസ് റളിയല്ലാഹു പറയാണ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൽ അബൂ തൽഹ, ഭർത്താവായ അബൂ തൽഹക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. മൂപ്പര് യാത്ര പോയതായിരുന്നു. യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടി മരിച്ചെടുക്കണം. അപ്പോൾ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നാണ്. അറിയിക്കാതെ ഈ കുട്ടിയെ മാറ്റി റൂമിൽ കിടത്തിയിട്ട് ഭർത്താവ് വന്ന് യാത്രാക്ഷീണമൊക്കെ മാറ്റി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായി സന്തോഷിപ്പിച്ച് അവരെന്ത് ചെയ്തു? അവർ പരസ്പരം ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടതിന് ശേഷം ഭാര്യ ഉമ്മു സുലൈം അബൂ തൽഹനോട് ചോദിക്കുകയാണ്, ഒരാളെടുത്ത് നമ്മൾ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പം അത് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെന്താ അല്ലേ, നമ്മളടുത്ത് എന്തെങ്കിലും ഒരാൾ സാധനം ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. എന്നാൽ നമ്മളെ മകനെ, അള്ളാഹു നമുക്ക് തന്ന മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, വിഷമമായി. കാരണം ജനാബത്തിൻ്റെ ഒരു അവസ്ഥയിലാണല്ലോ ഈ ഒരു വർത്താനം കേൾക്കേണ്ടി വന്നത്. അദ്ദേഹം നബിനോട് പോയിട്ട് പരാതി പറഞ്ഞു എന്നാണ് ഇങ്ങനെ കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാമെന്നാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഈ രാത്രിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്നിട്ട് എന്താണ്? ആ രാത്രിയിൽ അവരുടെ ശാരീരിക ബന്ധത്തിലുണ്ടായ കുട്ടി അബ്ദുള്ള എന്നൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 9 കാര്യങ്ങളായ മക്കളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എന്താണ്?